ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നുണ്ട്, എന്നാൽ അധികം വെള്ളമൊന്നും കുടിക്കുന്നുമില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് രണ്ട് അവസ്ഥകളാണ് ഉള്ളത്. ഒന്ന്, പോളിയൂറിയ. ഈ അവസ്ഥയുള്ള ഒരാൾക്ക് ഓരോ തവണ മൂത്രം ഒഴിക്കുമ്പോഴും അതിന്റെ അളവ് കൂടുതലായിരിക്കും. അതായത് ഒരു ദിവസം 3 ലിറ്ററിൽ കൂടുതൽ മൂത്രം പോകുന്ന അവസ്ഥയാണ് പോളിയൂറിയ. രണ്ടാമത്, യൂറിനറി ഫ്രീക്വൻസി. ഒരാൾക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ ഓരോ തവണ മൂത്രം ഒഴിക്കുമ്പോഴും കുറച്ച് മൂത്രം മാത്രമേ പോകുന്നുള്ളൂ. ഇതിനെയാണ് യൂറിനറി ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പോളിയൂറിയ ഉണ്ടാകാനുള്ള പ്രധാന കാരണം പ്രമേഹമാണ്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ ഓസ്മോട്ടിക് ഡയൂറസിസ് എന്ന പ്രക്രിയ മൂലം മൂത്രത്തിന്റെ അളവ് കൂടും. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് പോലത്തെ ചില ഹോർമോണൽ പ്രശ്നങ്ങൾ മൂലവും ഇത് സംഭവിക്കാം. ഇത് കൂടാതെ CKD പോലത്തെ കിഡ്നി രോഗങ്ങൾ മൂലവും ചില മരുന്നുകൾ മൂലവും മാനസികമായ ചില പ്രശ്നങ്ങൾ മൂലവും പോളിയൂറിയ ഉണ്ടാകാം. യൂറിനറി ഫ്രീക്വൻസിയുടെ കാര്യം നോക്കിയാൽ മൂത്രസഞ്ചിക്ക് മൂത്രം പിടിച്ചു നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ മൂത്രസഞ്ചി ഇറിറ്റേറ്റഡ് ആവുമ്പോഴോ ആണ് ഇത് സംഭവിക്കുന്നത്. മൂത്രത്തിൽ പഴുപ്പ് ഇതിന്റെ ഒരു പ്രധാന കാരണമാണ്. മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകുമ്പോൾ മൂത്രസഞ്ചി ഇറിറ്റേറ്റഡ് ആവുകയും ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുകയും ചെയ്യും. പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം കൂടുമ്പോൾ മൂത്രം പൂർണ്ണമായിട്ട് ഒഴിച്ചു കളയാൻ സാധിക്കാറില്ല. ഇത് കാരണം ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നും. ഇതുകൂടാതെ ഓവർ ആക്റ്റീവ് ബ്ലാഡർ ഡിസോർഡർ, മൂത്രത്തിൽ കല്ല്, പ്രഗ്നൻസി, ആങ്സൈറ്റി, കഫീൻ ഉപയോഗം, മദ്യപാനം എന്നിവയും യൂറിനറി ഫ്രീക്വൻസിയുടെ കാരണങ്ങളാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഡോക്ടറെ കാണുകയും നിങ്ങളുടെ അവസ്ഥയുടെ കാരണം മനസ്സിലാക്കുകയും ചെയ്യണം.